നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കോണാട്ട് പ്ലേസിലെ താജ് പാലസ് ഹോട്ടലിലാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഏറ്റവും പുതിയ ഹ്യുണ്ടായി ട്യൂസോണിൻ്റെ ലോഞ്ചാണ് ഇവിടെ നടന്നത്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ വിലയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, വാഹനം നമ്മളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ട്യൂസോൺ നമുക്ക് അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ആദ്യകാല മികച്ച ഒരു SUV-കളിലൊന്നാണ്. 2004 ആദ്യമായിട്ട് ട്യൂസോൺ ഇന്ത്യയിലെത്തിയത്. ഫസ്റ്റ് ജനറേഷൻ ട്യൂസോൺ ഇന്ത്യയിൽ നന്നായിട്ട് വിൽക്കുകയും ചെയ്തു. ഹ്യുണ്ടായിയുടെ പേര്, അതായത് വലിയ വാഹനങ്ങൾ നിർമ്മിക്കാമെന്നുള്ള പേര് ഇന്ത്യയിൽ ഉറപ്പിച്ച ഒരു വാഹനമായിട്ടാണ് നമുക്ക് ട്യൂസോണിനെ കാണാവുന്നത്. ഇത്രയും കാലം കൊണ്ട്, അതായത് 18 വർഷം കൊണ്ട് 70 ലക്ഷം ട്യൂസോണുകളാണ് ഗ്ലോബലി വിറ്റഴിഞ്ഞത്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മറ്റൊരു കണക്കായിട്ട് പറയുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും 44 ട്യൂസോണുകൾ വിൽക്കുന്നുണ്ടായിരുന്നു ഗ്ലോബലി എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ വന്നിരിക്കുന്നത് 4th ജനറേഷൻ ട്യൂസോണാണ്. സത്യത്തിൽ ഫസ്റ്റ് ജനറേഷൻ ട്യൂസോൺ ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ട്യൂസോണുകൾ അത്ര വലിയ കാര്യമായ വിൽപ്പന നേടിയില്ല എന്നുള്ള സത്യമാണ്. അതിന് കാരണം എനിക്ക് തോന്നുന്നത് ധാരാളം ഓപ്ഷൻസ് ആ സമയമായപ്പോഴേക്കും ഇന്ത്യക്കാർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ട്യൂസോൺ അങ്ങേയറ്റം മനോഹരമാണ്, അങ്ങേയറ്റം ഫ്യൂച്ചറിസ്റ്റിക്കാണ് എന്ന് തന്നെയുമല്ല, ഇത്രയും കാലം പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ഓരോരോ കാര്യങ്ങളായിട്ട് പോകാം. കാരണം നിങ്ങൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇടിയാണ്, ഒരു ഗുസ്തി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, ഈ ഓട്ടോമൊബൈൽ ജേർണലിസം പഠിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പഠിക്കേണ്ട കാര്യം ഗുസ്തിയാണ്. ഗുസ്തി പഠിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പുതിയ വാഹനങ്ങൾ വരുമ്പോൾ വോക്ക് ഔട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അമ്മാതിരി ഇടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മളത് കാണുന്നതുമാണ്. എന്തായാലും വാഹനം നമുക്ക് അടുത്ത് കാണുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ഒരു സിഗ്നേച്ചർ ഗ്രില്ലാണ് നമുക്കിവിടെ കാണാവുന്ന. ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഭാഗം ഈ കാണുന്നതാണ് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് എന്നുള്ളതാണ്. ഇത് മനോഹരമായിട്ട് ഈ ഗ്രില്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിന് കുറേ പ്രത്യേകതയുള്ള ലൈറ്റാണ്. ഇതെല്ലാം കൂടി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വരുമ്പോഴത്തേക്കും ഒന്നും പറയാനില്ലാതാകും എന്നുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്തായാലും LED ഹെഡ് ലാമ്പും LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പറഞ്ഞപ്പോൾ തന്നെ ആരോ അത് ഓണാക്കുകയും ചെയ്തു കേട്ടോ. അത് കൊള്ളാം. അതിനിപ്പോൾ തൊടുമ്പോൾ ഓണാകുന്നതാണോ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അകത്താരോ ഓണാക്കിയതാണ്. എന്തായാലും അത് മനോഹരമായ എലമെൻ്റാണ്. മുൻഭാഗത്ത് നിങ്ങൾ ഈ കാണുന്ന പോലെ വളരെ രസകരമായ രീതിയിലാണ് ഡിസൈൻ. ഇപ്പോൾ ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ പല വാഹനങ്ങളുടെയും മുൻഭാഗത്തെ ഡിസൈൻ ഏതാണ്ട് ഈ വാഹനത്തിൽ നമുക്ക് കാണാം. ലോഗോ പോലും കാര്യമായ രീതിയിൽ ക്രോം ഒന്നും കൊടുത്ത് വൃത്തികേടാക്കിയിട്ടില്ല. ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ലോഗോയുടെ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് മനോഹരമായ ഒരു എയർ ഡാം ഉണ്ട്. ഏറ്റവും താഴെയായിട്ട് ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും കാണാം. വശക്കാഴ്ചയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ എല്ലാ SUV-കൾക്കും ധാരാളം ക്ലാഡിങ് കാണുമെങ്കിൽ ഇതിന് ക്ലാഡിങ്ങേ ഇല്ല. ഏറ്റവും താഴെയായിട്ടൊരു ഭാഗമുണ്ടെങ്കിലും അത് ഈ ഒരു പെയിൻ ഫിനിഷിലൊട്ടും അറിയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. 18 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ അലോയ് വീലാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഭാഗം പിന്നിലേക്ക് നീണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മനോഹരമായ ഒരു എലമെൻ്റായിട്ട് വശക്കാഴ്ചയിൽ നമുക്കത് കാണാവുന്നതാണ്. മുൻഭാഗത്തെ കട്ടുകളും ക്രീസുകളും എല്ലാം കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ധാരാളം ബോഡി ലൈനുകളും പവർ ബൾജുകളുമൊക്കെയാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് അറിഞ്ഞുകൂടാ. കാര്യമായ രീതിയിലൊരു പവർ ബൾജൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സിന് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. താഴെ കാണുന്ന ഈ ഒരു ക്ലാഡിങ് ബോഡിയോട് ഇണങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് അടച്ച് കാണിക്കാൻ പറ്റുന്നില്ല, കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഷോൾഡർ ലൈൻ പോലുള്ള ഭാഗങ്ങളെല്ലാം വളരെ പ്രോമിനൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കട്ടുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഉള്ളിലേക്ക് ഒരു അല്പം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന രീതിയിലാണ് ബോഡി പാനൽ പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യകാലത്ത് കണ്ട
ട്യൂസോണിനേക്കാളൊക്കെ വളർന്ന് വികസിച്ച് വളരെ വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ട്യൂസോൺ 3rd ജനറേഷൻ ട്യൂസോണിനേക്കാളും വലിപ്പം കൂടി. അത് ഉയരവും നീളവും വീൽ ബേസും എല്ലാം ഇപ്പോൾ ഈ ജനറേഷനുള്ള ട്യൂസോൺ വർദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമെന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു ഓവർഹാങ് പോലുള്ള ഈ ഒരു ഭാഗമാണ്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അവിടെ ഒരു വൃത്തിയടക്കം മറയ്ക്കാൻ വേണ്ടി ഇതുപോലെ മനോഹരമായ ഒരു അലൂമിനിയം ഫിനിഷ്, ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെയുമൊക്കെ ഈ ക്ലാഡിങ് ഇങ്ങനെ അവസാനിക്കുന്നുണ്ട്. വലിയ പവർ ബൾജുകളൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം കാണാം, അല്ലെങ്കിൽ ബോഡി ലൈനുകൾ കാണാം. ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വിളിക്കുന്ന പിൻഭാഗമാണ് എന്ന് പറയാം. മുൻഭാഗത്ത് നമ്മൾ കണ്ട ഹെഡ്ലാമ്പിൻ്റെ ആ എലമെൻറ്റ്സ് പോലെ തന്നെയാണ് പിൻഭാഗത്ത് ടെയിൽ ലാമ്പിലേക്ക് വരുമ്പോഴും കാണുന്നത്. 2 ഫേസ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു വലിയ LED സ്ട്രിപ്പ് പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട്. അതിപ്പോൾ ഒരു പുതിയ സ്റ്റൈലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഓടി E-tron ചെയ്തപ്പോഴും അത് അങ്ങനെ തന്നെയാണ് കണ്ടത്. പക്ഷേ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷും അതിലുള്ള എലമെൻറ്റ്സും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. സാധാരണഗതിയിൽ SUV-കളുടെ പിൻഭാഗം ഡിസൈൻ ചെയ്യുമ്പോഴാണ് പിഴയ്ക്കാറുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇത് വളരെ ഭംഗിയായിട്ട് ഒട്ടും തന്നെ മുഴച്ചു നിൽക്കാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ട്യൂസോൺ എന്നുള്ള ഈ ഒരു ലെറ്റേഴ്സും, അതായത് ഈ ഫോണ്ടെല്ലാം മാറ്റിയിട്ടുണ്ട്. മുൻഭാഗത്തെ പോലെ തന്നെ വളരെ രസകരമായ കട്ടുകളും ക്രീസുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നല്ല കൊള്ളാം കേട്ടോ. നല്ല ഡിസൈൻ ചെയ്ത കക്ഷികളൊക്കെ കൊള്ളാം. ഇതാ ഇഷ്ടം പോലെ സ്പേസാണ്, ഇഷ്ടം പോലെ സ്പേസ്. സ്പെയർ ടയർ കാണുന്നു. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ്, അല്ല ഫ്രിഡ്ജൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇത് നമുക്ക് സീറ്റ് മറയ്ക്കാനുള്ളതാണ്. അതിനകത്തൊരു ചേച്ചി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് മറച്ച് വൃത്തികേടാക്കുന്നില്ല. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കലി ഇത് ക്ലോസ് ചെയ്യാം. ഏറ്റവും താഴെയായിട്ട് ഒരു ബ്രഷ് അലൂമിനിയം ഫിനിഷുള്ള ഭാഗമാണ് സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നതും ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഈ കാണുന്ന പോലെ വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക്കാണ്, വളരെ ഭംഗിയുള്ളതാണ്. സാധാരണ നമ്മൾ കാണുന്ന ഡിസൈനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഹ്യുണ്ടായുടെ ഡിസൈൻ തീമാണ് ഈ വന്നിരിക്കുന്നത്. ഹ്യുണ്ടായ ഡിസൈൻ തീം നമുക്കറിയാവുന്ന പോലെ ഫ്ലൂയിഡിക് ഡിസൈൻ ആയിരുന്നു ഹ്യുണ്ടായുടെ പ്രധാനപ്പെട്ട ഒരു തീമെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്ന് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് പല ഭാഗങ്ങളിലും കാണുന്നത്. ഇനി ആ യുവതി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉൾഭാഗത്ത് കയറി ഉൾഭാഗം ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന ട്യൂസോണിൻ്റെ ഇൻറ്റീരിയർ പോലെ ഒന്നുമല്ല പുതിയത്. നിങ്ങൾ കണ്ടല്ലോ, വളരെ ഫ്യൂച്ചറിസ്റ്റിക്കാണ്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക്കാണോ അത്രത്തോളം തന്നെ മനോഹരവും ഫ്യൂച്ചറിസ്റ്റിക്കുമാണ് ഉൾഭാഗം. കളേഴ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ കളേഴ്സ്, ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു നിറത്തിൻ്റെയും ഒരു സങ്കരം എന്നാണ് പറയേണ്ടത്. സീറ്റുകളൊക്കെ ആണെങ്കിലും കണ്ടല്ലോ, എത്രത്തോളം കുഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, മെമ്മറിയിൽ സൂക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡ്രൈവർ സൈഡിലെ സീറ്റിനുണ്ട്. ഈ സീറ്റിൻ്റെ ഇവിടേക്കാണെങ്കിലും ഒരു അലൂമിനിയം ഫിനിഷൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൺസോളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് 10.25 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. ടച്ച് സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. ഏതാണ്ട് സെയിം സ്ക്രീൻ തന്നെയാണ് നമുക്ക് ഇവിടെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തും കാണാവുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഡിജിറ്റലാണ് 2 സ്ക്രീനുകളും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്നും ഓണല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും പ്രധാനമായിട്ടും നമുക്കിതിനകത്ത് കാണാവുന്നത്, പറയാവുന്നത് ഒരു 60-ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതിൽ അലക്സ കണക്ട് ചെയ്യാവുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ യൂഷ്വലി കാണുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡാസ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പല കാര്യങ്ങളും നമുക്ക് ഈ സ്ക്രീനിൽ കാണാം. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാൻ വയ്യ, ഇരുട്ട് മാത്രമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. താഴെയായിട്ട് പലതരത്തിലുള്ള ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെയും മറ്റ് സ്വിച്ചുകളൊക്കെയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് നമുക്കിങ്ങനെ സ്റ്റേജിലാണെങ്കിലും തരുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓണാക്കിയിടുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് ഹ്യുണ്ടായുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെയാണെങ്കിലും ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഒരു സ്ക്രീനാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ പോർട്ടാണ് ഈ കാണുന്നത്. 2 ചാർജിങ് പോയിൻറ്റുകൾ ഇവിടെ കാണാം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക് മാത്രമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത്. അതും വളരെ ഫ്യൂച്ചറിസ്റ്റിക്കാണ്. ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലെയുള്ള മനോഹരമായ ഒരു ലിവറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച്, അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ്, പിന്നെ പല ഡ്രൈവ് മോഡുകളുടെ സ്വിച്ചും ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സീറ്റ് ഹീറ്റിങ്ങിൻ്റെയും വെന്റിലേഷൻ്റെയും മറ്റു സ്വിച്ചുകൾ കാണാം. ഇവിടെ ഉയർത്തുമ്പോൾ വലിയ ഒരു എന്താ പറയുക, ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസാണ് അവിടെ കാണുന്നത്. സ്റ്റിയറിംഗ് വീലൊക്കെ വളരെ മനോഹരമാണ്. അലൂമിനിയം ഫിനിഷാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വയർലെസ് ടെലിഫോണിൻ്റെ മോഡുകൾ, ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പോലെ മുൻഭാഗം വളരെ കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനുണ്ട്. SUV-കളുടേതുപോലെ മുൻഭാഗത്ത് അങ്ങനെ ഒരു തടസ്സമൊന്നും സൃഷ്ടിക്കുന്നില്ല ഒരു തരത്തിലും. ഡാഷ്ബോർഡും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ. 8 സ്പീക്കറിൻ്റെ ഒരു ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് എടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമുക്കവിടെ ഡോർ പാഡിൽ കാണാവുന്നതുമാണ്. ബോസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാമല്ലോ. അതുപോലെ ബോട്ടിൽ ഹോൾഡറും മറ്റും ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്പേസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വീൽ ബേസ് അത്രയും കൂടിയൊരു വാഹനമാണിത്, പഴയതുപോലെയല്ല.
ഇവിടെ കൺസീൽഡ് ആയിട്ട് തോന്നുന്ന പോലെയാണ് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇടയ്ക്ക് നിന്നൊക്കെ കാറ്റ് വരും എന്നാണ് പറയേണ്ടത്. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിക്കാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. മനോഹരമൊക്കെയായിട്ടുള്ളൊരു സൺറൂഫും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് എൻ്റെ സുഹൃത്ത് ഷംസ് ഇരിക്കുന്നുമുണ്ട്. ഷംസ്, ഹായ് ടു കേരള വ്യൂവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി പിൻഭാഗത്തൊന്ന് ഇരുന്ന് നോക്കാം. പിൻഭാഗത്തും ധാരാളം സ്പേസ്, അത് തന്നെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം. ഈ സീറ്റ് ഇപ്പോൾ ബാക്കിലേക്ക് നീക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഫ്രണ്ടിലേക്കും പക്ഷേ സുഖമായിട്ടിരിക്കാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ സ്വിച്ച് പിൻഭാഗത്തിരുന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുതലാളിക്ക് മുൻഭാഗത്തേക്ക് സീറ്റ് മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ഇത് പ്രസ് ചെയ്താൽ സീറ്റ് മുന്നിലേക്ക് പോകും. എന്തായാലും മുൻഭാഗത്തെ പോലെ തന്നെ വളരെ കുഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയാക്കിയ സീറ്റാണ് നമ്മൾ പിന്നിലും കാണുന്നത്. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിൻഭാഗത്തേക്ക് മനോഹരമായ 2 AC വെൻറ്റുകൾ കാണാം. താഴെയായിട്ട് 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോ ലൈൻ ഒരു അല്പം ഉയർന്നാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ സീറ്റ് പിൻഭാഗത്തിരിക്കുമ്പോൾ മുൻഭാഗത്ത് അത്ര ഉയർന്ന സീറ്റിംഗ് പൊസിഷനല്ല. അല്പം കൂടി ഉയർന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാഴ്ചകൾ കണ്ടുപോകാമായിരുന്നു. പക്ഷേ സാരമില്ല, ഇനിയിപ്പോൾ വാഹനം നിർമ്മിച്ച് കഴിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും പനോരമിക് സൺറൂഫ് ഇവിടെ വരെ വരുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു കുറ്റവും ആരും പറയില്ല. ഉയർത്തി വയ്ക്കാവുന്ന 3 ഹെഡ് റെസ്റ്റുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. ഡോർ പാഡിലേക്ക് പോയാൽ ഒരു ബോട്ടിൽ വെക്കാം. അതുപോലെ തന്നെ നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. ആ ഡോർ പാഡിലൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായ എലമെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാനുള്ളത്. എന്തായാലും സ്പേസ് തന്നെയാണ് നമുക്ക് പിൻഭാഗത്തും പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം. പഴയ ടൂസോണിനെ അപേക്ഷിച്ച് പഴയ ടൂസോൺ എന്ന പേര് മാത്രമേ നിങ്ങൾക്കിനി ബാക്കി നിൽക്കുന്നുള്ളൂ എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ കുതിച്ചു ചാട്ടം എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഒരാൾ മുന്നേ വെച്ചിരിക്കുന്നു, മലയാളി ആയതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വലിയ കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി പറയേണ്ടത് എഞ്ചിൻ്റെ കാര്യമാണ്. എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ലിറ്റർ പെട്രോൾ, 2 ലിറ്റർ ഡീസൽ, 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. അതിൽ 2 ലിറ്റർ ഡീസൽ 186 BSP ആണെങ്കിൽ 2 ലിറ്റർ പെട്രോൾ 156 BSP ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാഹനത്തിൽ മാനുവൽ ട്രാൻസ്മിഷനുള്ള മോഡൽ ഇല്ല എന്നുള്ള കാര്യമാണ്. അതായത് പെട്രോൾ എഞ്ചിനിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഡീസൽ എഞ്ചിനിൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ഇല്ല. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇവർ നേരത്തെ കാണിച്ച ഒരു സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഹ്യുണ്ടായുടെ വാഹനങ്ങളുടെ 17% വിൽക്കുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെന്നുള്ള കാര്യം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹ്യുണ്ടായി പതിയെ ഓട്ടോമാറ്റിക്കിലേക്ക് മാറുന്ന ലക്ഷണമായിരിക്കാം കാണിക്കുന്നത്. അല്ലെങ്കിൽ ടോപ്പിൻ്റെ മോഡലുകളിലേക്ക് പോകുമ്പോൾ ഇനി മുതൽ ഓട്ടോമാറ്റിക് മതിയെന്ന് തീരുമാനിച്ചു കാണും. എന്തായാലും ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഡാസ് ഫീച്ചേഴ്സാണ്. അതായത് ഡ്രൈവർ അസിസ്റ്റ് പ്രോഗ്രാമുകൾ ധാരാളമുണ്ട്. ലെവൽ 2 അഡാസിൻ്റെ ലെവൽ 2 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ലൈൻ റിപ്പാർച്ചർ സിസ്റ്റവും അതുപോലെ തന്നെ വാഹനങ്ങൾ കൂട്ടിയിടിക്കാത്ത ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഉള്ള സിസ്റ്റം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നാളെ ഇത് ഡ്രൈവ് ചെയ്തവർ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ കിട്ടുമ്പോൾ ഓടിച്ച് മനസ്സിലാക്കാം. പിന്നെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ, ABS, EBD അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹിൽ ഡിസെൻറ്റ്, ഹിൽ അസെൻറ്റ് കൺട്രോൾ, അത്ര എല്ലാ കാര്യങ്ങളും അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ടൂസോൺ വന്നപ്പോൾ 16 ലക്ഷം രൂപ മറ്റായിരുന്നു വില. അതിൽ നിന്നൊക്കെ എത്രയോ വളർന്ന് വികസിച്ച് കാണും ഈ യുവതി എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വില ഒരു തരത്തിൽ ഊഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അഡാസൊക്കെ വന്നുകൊണ്ട് തന്നെ വില നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും കാണാനുള്ള ഭംഗിയുമൊക്കെ ആയിട്ടാണ് ഏറ്റവും പുതിയ ടൂസോൺ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി വാഹനം നാട്ടിൽ കിട്ടുമ്പോൾ ഓടിക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയ ഡ്രൈവിൽ തരികയാണെങ്കിൽ ഓടിക്കാം. അപ്പോൾ മറക്കാതിരിക്കേണ്ട കാര്യം, നമ്മുടെ 1,000,000 ആണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹ്യുണ്ടായുടെ വാഹനമാണ്. 1ാം സമ്മാനം ഹ്യുണ്ടായി ഗ്രാൻഡ് ഐ10 നിയോസാണ് 1ാം സമ്മാനമായിട്ട് കൊടുക്കുന്നത്. 2ാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഹീറോയുടെ എക്സ്പൾസ് ബൈക്കാണ്. 3ാം സമ്മാനം വാൻ മൊബിലിറ്റിയുടെ ഒരു ഇലക്ട്രിക് ബൈക്കുമാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി, അതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒക്കെയാണ് ചെയ്യേണ്ടത് സമ്മാനം ലഭിക്കാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് സമ്മാനം വാങ്ങാൻ റെഡിയാകുക. അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹിയിൽ നിന്നുകൊണ്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.